അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അധികാരമേറ്റെടുത്ത ശേഷം പാകിസ്ഥാൻ വലിയ പരിങ്ങലിലാണ്. ബംഗ്ലാദേശ് അടക്കമുള്ള രാജ്യങ്ങളും പരിങ്ങലിലാണ്. എങ്കിലും പാകിസ്ഥാനിട്ടാണ് ആദ്യത്തെ അടി ഡൊണാൾഡ് ട്രംപ് കൊടുത്തിരിക്കുന്നത്. പാകിസ്ഥാൻ അമേരിക്കയോട് സ്നേഹത്തിന്റെയും സൗഹൃദത്തിന്റെയും കരങ്ങൾ നീട്ടുമ്പോൾ ആ കരങ്ങളിൽ പ്രഹരിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാനായി സാധിക്കുന്നത്. ഡൊണാൾഡ് ട്രംപിന്റെ പാകിസ്ഥാനുമായി ബന്ധപ്പെട്ട തീരുമാനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അമേരിക്കയുടെ അധികാരം ഏറ്റെടുത്തു, എന്നിട്ടും അദ്ദേഹത്തിന്റെ ഈ വലിയ തീരുമാനം പാകിസ്ഥാനെ അസ്വസ്ഥമാക്കുന്നു. ബൈഡന്റെ കാലത്ത് ഒരു തീരുമാനമുണ്ടായിരുന്നു. അതായത് പാകിസ്ഥാനും അമേരിക്കയും ബൈഡന്റെ കാലത്ത് ഉണ്ടാക്കിയ ഒരു അഭയാർത്ഥികളുടെ ഒരു തീരുമാനമുണ്ടായിരുന്നു, ഒരു ഉടമ്പടി ഉണ്ടായിരുന്നു. അത് ഇത്തരത്തിലായിരുന്നു: അഫ്ഗാനിസ്ഥാനിൽ നിന്ന് അമേരിക്ക ട്രൂപ്പുകളെ പിൻവലിക്കുമ്പോൾ അഫ്ഗാനിസ്ഥാനിലെ ധാരാളം പൗരന്മാർ താലിബാനെ ഭയന്ന്, ഏകദേശം 25,000-30,000 പൗരന്മാർ താലിബാനെ ഭയന്ന് വിമാനം കയറുന്നത് നമ്മൾ കണ്ടതാണ്. ഇതിൽ പല പൗരന്മാരും പാകിസ്ഥാനിലേക്ക് എത്തിയിട്ടുണ്ട്, അല്ലെങ്കിൽ നുഴഞ്ഞു കയറിയിട്ടുണ്ട്. 25,000-30,000 പേരാണ് പാകിസ്ഥാനിലേക്ക് നുഴഞ്ഞു കയറിയത് എന്ന് അനൗദ്യോഗികമായി പാകിസ്ഥാൻ പറയുന്നുമുണ്ട്. അപ്പോൾ ജോ ബൈഡൻ പറഞ്ഞിരുന്നത്, തൽക്കാലം നിങ്ങൾ പാകിസ്ഥാനിൽ ഈ അഫ്ഗാനിസ്ഥാൻ പൗരന്മാരെ താമസിപ്പിക്കൂ, ഞങ്ങൾ അവരെ അമേരിക്കയിലേക്ക് കൊണ്ടുവന്നുകൊള്ളാം എന്നാണ് ജോ ബൈഡൻ പറഞ്ഞിരുന്നത്. അതിന്റെ പ്രധാനപ്പെട്ട കാരണം, അമേരിക്ക അഫ്ഗാനിസ്ഥാനിൽ തങ്ങളുടെ ട്രൂപ്പുകൾ വിന്യസിച്ചിരുന്നപ്പോൾ, അല്ലെങ്കിൽ സൈനിക താവളങ്ങളും മറ്റും ഉണ്ടായിരുന്നപ്പോൾ, ഈ അഫ്ഗാൻ പൗരന്മാർ അമേരിക്കയുടെ സൈന്യത്തെ സഹായിച്ചിരുന്നു, സൈനിക സേവനത്തിൽ ഏർപ്പെട്ടിരുന്നു എന്നുള്ളത് കൊണ്ടാണ്. അങ്ങനെ ഞങ്ങൾക്ക് വേണ്ടി സൈനിക സേവനത്തിൽ ഏർപ്പെട്ടിരുന്ന ഈ അഫ്ഗാനിസ്ഥാനിലെ ജനങ്ങളെ ഞങ്ങൾ കൈയൊഴിയുന്നത് എങ്ങനെ എന്നാണ് ജോ ബൈഡൻ ചോദിച്ചിരുന്നത്. ഇത് തന്നെയാണ് അമേരിക്ക എല്ലാ രാജ്യങ്ങളോടും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതായത് അമേരിക്ക അഭയാർത്ഥിയായി പലരെയും സ്വീകരിച്ചു കൊള്ളാം, തൽക്കാലം നിങ്ങൾ നിങ്ങളുടെ രാജ്യത്ത് ഈ അഭയാർത്ഥികളെ താമസിപ്പിക്കൂ എന്ന് പല രാജ്യങ്ങളോടും അമേരിക്ക ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ കാലക്രമേണ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ അഭയാർത്ഥികൾ ഒരു രാജ്യത്ത് വന്ന് അമേരിക്ക അവരെ ഏറ്റെടുക്കാമെന്ന് പറയുന്നു. അവസാനം അമേരിക്ക ആ കാര്യങ്ങളിൽ വിട്ടുവീഴ്ച കാണിക്കുന്നു, അല്ലെങ്കിൽ ആ കാര്യം നീട്ടിക്കൊണ്ടുപോകുമ്പോൾ ഈ അഭയാർത്ഥികൾ അവിടെ പെറ്റുപെരുകി വലിയൊരു സമൂഹമായി മാറുന്നു. അങ്ങനെ ഒരു സമൂഹമായി മാറുമ്പോൾ ഈ ജന്മാവകാശ പൗരത്വം എന്ന് പറയുന്ന സംഭവം പല രാജ്യങ്ങളിലുമുണ്ട്. അതായത് അവിടെ ജനിച്ചു വീഴുന്ന കുട്ടിക്ക് എന്തായാലും പൗരത്വം കൊടുക്കണം എന്നുള്ള രീതിയിൽ അങ്ങനെ അഭയാർത്ഥികൾ അവിടെ ഭരിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ വരുന്നു. ഇത് അമേരിക്കയുടെ ഒരു തന്ത്രമാണ്. ആ തന്ത്രം ഇപ്പോൾ പാകിസ്ഥാനിലും അമേരിക്ക പയറ്റി എന്നാണ് പാകിസ്ഥാൻ പറയുന്നത്. എന്തായിരുന്നാലും ഡൊണാൾഡ് ട്രംപ് വളരെ ക്ലിയർ ആണ്. ഡൊണാൾഡ് ട്രംപ് പറഞ്ഞത്, ഈ അഭയാർത്ഥികളെ ഒന്നും തന്നെ, അഫ്ഗാനിസ്ഥാനിലെ ഈ അഭയാർത്ഥികളെ ഒന്നും തന്നെ അമേരിക്കയിലേക്ക് കയറ്റാൻ ഞങ്ങൾ സമ്മതിക്കില്ല, പാകിസ്ഥാൻ തന്നെ അവരുടെ മുഴുവൻ അവകാശങ്ങളും ഏറ്റെടുക്കണം എന്നാണ് ഇപ്പോൾ ട്രംപ് പറഞ്ഞിരിക്കുന്നത്. അഫ്ഗാനിസ്ഥാനിൽ നിന്നും പോകുന്ന അഭയാർത്ഥികളിൽ ഭൂരിഭാഗവും മുമ്പ് US സൈന്യത്തിൽ ജോലി ചെയ്തവരാണ് എന്നുള്ളതൊന്നും ഇവിടെ പറഞ്ഞിട്ട് യാതൊരുവിധ കാര്യവുമില്ല. ഈ അഭയാർത്ഥികളെ കുറിച്ച് കുറച്ചു കാലത്തേക്ക് തങ്ങളുടെ രാജ്യത്ത് സ്ഥാനം നൽകണമെന്നല്ലേ അമേരിക്ക പറഞ്ഞിരുന്നത് എന്ന് ചോദിച്ചപ്പോൾ ട്രംപ് അതിന് കൊടുത്ത മറുപടി എന്ന് പറയുന്നത്, ഇത് ട്രംപിന്റെ അമേരിക്കയാണ്, അല്ലാതെ നിങ്ങൾക്ക് ഈ വാക്ക് തന്ന ആ പഴയ അമേരിക്കയല്ല എന്നാണ് ട്രംപ് പറയുന്നത്. 25,000 അഫ്ഗാൻ അഭയാർത്ഥികളെയാണ് അമേരിക്ക സ്ഥിരപ്പെടുത്തുന്നതിനായി, അതായത് അമേരിക്കയിലേക്ക് കടത്തുന്നതിനായി പാകിസ്ഥാൻ അവിടെ കാത്ത് വച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ പാകിസ്ഥാനിൽ അവർ തമ്പടിച്ചിരിക്കുന്നത്. ഈ അഭയാർത്ഥികൾ പാകിസ്ഥാൻ വലിയ തലവേദന ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ളത് വേറൊരു കാര്യമാണ്. കാരണം ഈ അഭയാർത്ഥികൾക്ക് പാകിസ്ഥാനോട് ഒരു കൂറുമില്ല എന്നുള്ളതാണ്. പാകിസ്ഥാനിൽ തെഹ്രീക്കെ താലിബാന്റെ അടക്കം ആക്രമണങ്ങൾ നടക്കുമ്പോൾ ഈ അഭയാർത്ഥികൾ അടക്കം സപ്പോർട്ട് തെഹ്രീക്കെ താലിബാനാണ്. താലിബാൻ നുഴഞ്ഞുകയറ്റം നടക്കുമ്പോൾ ഈ അഭയാർത്ഥികളുടെ സപ്പോർട്ട് താലിബാൻ ഈ നുഴഞ്ഞുകയറ്റക്കാർക്കാണ്. ഇവർ വലിയ രീതിയിലുള്ള ഒരു ശക്തിയെ അവിടെ വളർന്നു വരുമോ എന്ന് പാകിസ്ഥാൻ വലിയ രീതിയിൽ ഭയപ്പെടുന്നു. എന്തായാലും 1600 അഫ്ഗാൻ അഭയാർത്ഥികൾക്ക് അമേരിക്ക പുനരധിവാസത്തിന് ആദ്യം പച്ചക്കൊടി കാട്ടിയിരുന്നു. എങ്കിലും ഇവരിൽ നിലവിൽ US സൈന്യത്തിൽ സേവനമനുഷ്ഠിക്കുന്ന നിരവധി അഫ്ഗാനികളുടെ കുടുംബാംഗങ്ങൾ ഉൾപ്പെടുന്നുണ്ട്. പക്ഷെ ട്രംപ് ഈ തീരുമാനം വന്നുടനെ ഈ 1600 അഭയാർത്ഥികളുടെ ഇങ്ങോട്ടേക്ക് കടക്കാനുള്ള, അതായത് അമേരിക്കയിലേക്ക് കടക്കാനുള്ള ഈ തീരുമാനവും ട്രംപ് മരവിപ്പിക്കുകയായിരുന്നു. ട്രംപ് വരുന്നതിന് ഒരാഴ്ച മുമ്പ് പാകിസ്ഥാൻ വലിയ രീതിയിൽ അമേരിക്കയോട് കേണപേക്ഷിച്ചിരുന്നു, എത്രയും പെട്ടെന്ന് ഈ അഭയാർത്ഥികളെ നിങ്ങൾ അങ്ങോട്ടേക്ക് കൊണ്ടുപോകണം, കാരണം ട്രംപ് വരാൻ ഇനി 10-15 ദിവസം മാത്രമേ ഉള്ളൂ എന്ന് പാകിസ്ഥാൻ നേരത്തെ പറഞ്ഞിരുന്നു. പാക് സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഇത്തരത്തിലൊരു നടപടികൾ വേഗത്തിലാക്കണമെന്ന് പാകിസ്ഥാൻ US-നോട് ആവശ്യപ്പെട്ടതിനെ തുടർന്നാണ് 1600 പേരെ തൽക്കാലം ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാമെന്ന് തീരുമാനിച്ചത്. ആ തീരുമാനം പോലും ഇപ്പോൾ ട്രംപ് വന്ന ശേഷം മരവിപ്പിച്ചിരിക്കുകയാണെന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചത്. അങ്ങനെ പാകിസ്ഥാൻ പൂർണ്ണമായും അമേരിക്കയുടെ ഒരു കെണിയിൽ അകപ്പെട്ടിരിക്കുകയാണ് എന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.